ഹലോ റൈഡേഴ്സ്, വെൽക്കം ടു മോട്ടോ ഡയറീസ് 555. കുറേ കാലത്തിന് ശേഷം നമ്മളൊരു സൺഡേ മോർണിംഗ് റൈഡ് പോകാൻ പോവാണ്. നമ്മൾ ട്രയംഫ് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഗൈസ്. ഇപ്പോൾ സമയം ഒരു പുലർച്ചെ 5:30 മണിയായിട്ടാണ്. ഞാൻ രാവിലെ മോർണിംഗ് റൈഡ് ഈ ഒരു ടൈമിലാണ് ഇറങ്ങാറ്. 5:30 5:30 ഞാൻ ഇവിടുന്ന് ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് ട്രയംഫ് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കോൾ സ്റ്റാർട്ട് ചെയ്യാം. കോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിടാം. വളരെ എക്സൈറ്റഡ് ആണ്. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം, ഒരു 15 ദിവസത്തിന് ശേഷമാണ് പിന്നെ ഞാൻ ട്രയംഫ് എടുത്തിട്ട് ഒരു സൺഡേ മോർണിംഗ് റൈഡിന് ഇറങ്ങുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ ട്രയംഫിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ റൈഡും ഇതിൻ്റെ പവർ വെച്ചിട്ട് എന്നെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ 2 വർഷമായി ബൈക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ തുടക്കത്തിൽ പോയെടുത്ത ആ ഒരു ഫീലാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വണ്ടി എടുക്കുമ്പോൾ ഈ വണ്ടി എനിക്കിപ്പോഴും തന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പവറിനോട് ഞാനിപ്പോഴും കണക്റ്റഡ് ആയിട്ടില്ല. ഇതൊരു വേറെ എന്താ ഒരു പ്യുവർ അൾട്ടർനാറ്റിവ്, ഭയങ്കര ഒരു ഇനീഷ്യൽ ഫുള്ളിങ്ങിൻ്റെ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ആ ഇനീഷ്യൽ ഫുള്ളിങ്ങിൻ്റെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇപ്പോൾ സിഗ്നലിൻ്റെ ഫ്രണ്ടിൽ ഇതാക്കിയിട്ടുണ്ട്, സിഗ്നലായിട്ടുണ്ട്, ഫ്രണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഇനി ഒരു ഓപ്പൺ റോഡ് ആണെന്നുണ്ടെങ്കിൽ, വേറെ വണ്ടികളൊന്നും അടുത്തൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫുള്ളിങ് നമ്മൾ കിക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇതാക്കിയിട്ട് കാണിച്ചു തരാം. രക്ഷയില്ലാത്ത എൻ്റെ റൈഡ്. അതൊരു വണ്ടി കാരണം ഞാൻ സോളോ റൈഡാണ്. നോക്കാം, സിഗ്നൽ വിട്ടിട്ടുണ്ട്, നോക്കാം. റോഡ് ഒരു രക്ഷയില്ല ഗൈസ്. പവർ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കിക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു രക്ഷയില്ല, വേറെ ലെവലായിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ അതിൻ്റെ പവർ വരുന്നത് ശരിക്കും പ്യുവർ അഡ്രിനാലിൻ അടിച്ച എവിടുന്നാണ് കയറുന്നത് ഒരു മനസ്സിലാവില്ല. അങ്ങനെ വേറെ ലെവലായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. ഓരോ റൈഡും ശരിക്കൊരു ചെറിയൊരു ഭയം കൂടി ഞാൻ ഉള്ളിൽ വെച്ചിട്ടാണ്, ഭയം പ്ലസ് ആ ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ആ ഒരു ഇത് വെച്ചിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഒരു ട്രയംഫ് കൊണ്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, വലിച്ചുകൊണ്ട് പോവുക. ഒരു പവർ നമ്മൾ ത്രോട്ടിൽ കൊടുക്കും, നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യും. ആ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെക്കാളും ഒരു ഡബിളായിട്ടാണ് ഇതിൻ്റെ പവർ ഡെലിവറി നടക്കുന്നത്. ട്രയംഫ് എന്താ പറയേണ്ടതെന്ന് കേട്ടിട്ടില്ല. ശരിക്കും ഞാൻ ഇതിൻ്റെ ഒരു ഇതിലാണ്, എക്സൈറ്റ്മെൻറ്റ് ഫുള്ള്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മൂഡിലാണ്. നമ്മുടെ ഫേവറേറ്റ് സാധനം പൂസ പോകുന്നുണ്ട് ഗൈസ്. പൂസ, റെഡ് ബ്ലാക്ക് പൂസ, ജെൻ2 പൂസ. നമുക്കെന്തായാലും കുറച്ച് നേരം മുടക്കപ്പോൾ നമ്മൾ 10-12 കിലോമീറ്റർ ഓടിച്ചു. നമുക്കൊന്ന് ജസ്റ്റ് വേറെ റൈഡേഴ്സിന്, വേറെ സൂപ്പർ റൈഡേഴ്സിനൊക്കെ ഇവിടെ കാണാൻ പറ്റും. റൈഡ് പാസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും സോളോ റൈഡല്ലേ, എന്തായാലും നോക്കാം. പൂസൻ്റെ സൗണ്ട് ഗായ്സ്. പൂസ നമ്മളെ ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല ഗായ്സ്. നമുക്ക് എന്തായാലും ആളെ ഒന്ന് ഇതാക്കി നമുക്ക് പരിചയപ്പെടാം. പൂസ ബാക്കിൽ വന്നിട്ടുണ്ട് ഗായ്സ്. ഞാൻ എന്തായാലും ആളെ റൈഡർ പരിചയപ്പെടട്ടെ.
ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ ഇടയിൽ ഞാൻ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ആ ബൂസ വന്നില്ലേ, ബൂസ നമ്മളെ കേരളത്തിലുള്ള ആളെ നമ്മളെ മലയാളി തന്നെയാണ്. അതേപോലെ രണ്ട് ഫ്രണ്ട്സും മലയാളീസ് തന്നെ. ഒരു സ്വീറ്റ് ട്രിപ്പിളും ഉണ്ടായിരുന്നു, ഒരു Z800 ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ ഇതാക്കിയിട്ട് പോകണം. അവരിപ്പോൾ കുറച്ച് മുന്നിൽ കൊണ്ട് നമുക്ക് അവരൊന്ന് പിടിക്കാൻ പറ്റുമോ. അവർ കുറച്ച് മുന്നേ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയതാണ്. നമുക്ക് അവർ നമുക്കവരെ പിടിക്കാൻ പറ്റുമോ. അവിടെ അത്യാവശ്യം നല്ല പോയിട്ടുണ്ട്. നോക്കാം, നമുക്ക് മറ്റേ ട്രയംഫെല്ലാം നമ്മളെ കയ്യിലുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അവരെ ഇതാക്കിയിട്ട് അവരെ എടുത്തെത്താൻ നോക്കാം. ജസ്റ്റ് അവരെ കണ്ടു. ഞാൻ സോളോ റൈഡ് ആക്കിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഒരു അപ്രതീക്ഷിതമായിട്ട് അവരെ കണ്ടുപിട്ടി. ഫസ്റ്റ് ആ ബൂസുള്ള ആളെ കണ്ടുപിട്ടി. പിന്നെ അവരുടെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് പിന്നെ മറ്റേ നമ്മളെ സ്പെട്രിപ്പിളും ഞാൻ Z800 വന്നു. അപ്പോൾ ഇങ്ങനെ റൈഡ്. പക്ഷേ അവർ കുറച്ച് ലോങ് റൈഡാണ് പോകുന്നത്, കൃഷ്ണഗിരി ആ ഭാഗത്തേക്കാണ്. ഞാനങ്ങനെ ഒന്ന് ലോങ് റൈഡ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പോയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്നോട് റൈഡ് അങ്ങോട്ട് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല, നമുക്ക് വേറൊരു ദിവസം എന്തൊക്കെ ഞാൻ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ആ സൂപ്പർ ബൈക്കിൻ്റെ റൈഡ് നമുക്ക് അറിയുന്ന ആൾക്കാരുടെ ഒപ്പം ഇങ്ങനെ ഒന്ന് കിട്ടും ചെയ്തു. ഒരു രക്ഷയില്ല. എന്തായാലും റൈഡ് നമ്മുടെ നൈസായി. ഇതുവരെ സോളോ റൈഡ് ഇതാക്കിയിട്ട് വന്ന് വരെ കിട്ടി. ഇനി ഒരു രക്ഷയില്ല. സൂപ്പർ ബൈക്കിൻ്റെ ആ ഒരു സൗണ്ടോടെ കേട്ട് പോവുക. ഇത് വേറെ ലെവലാണ്. ആ സൗണ്ട് നമ്മൾ കയറുമ്പോൾ നമ്മുടെ സൈഡിലൂടെ ഫ്രണ്ടിലൂടെ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഗ്യാസ് വേറെ ലെവലാണ്. ഒരു രക്ഷയില്ല. റോഡ് വേറെ ലെവലട്ടോ. ഒരു നല്ല പിടിപ്പിച്ചിട്ട് തന്നെ വിടുന്നത്. Z800 ഉണ്ട്. എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി പോണേ. ഞാൻ സോളോ റൈഡ് നോർമൽ റൈഡ് പോയി വരാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കാണ് ഇവരെ പരിചയപ്പെട്ടത്. ഇപ്പോൾ വേറൊരു ലെവല് ഫീലിംഗ് ആയി. ഇപ്പോഴത്തെ ഫീല് നമ്മളൊറ്റയ്ക്ക് ട്രയംഫ് റൈഡ് ചെയ്തിട്ട് വന്നതിനേക്കാളും ഡബിൾ ട്രിപ്പിൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരു 3 എക്സ്ട്രാ സൂപ്പർ ബൈക്ക് കൂടിയുള്ള ഒരു റൈഡ് ഫീലിങ്സ് കിട്ടിയ വേറെ ലെവല്. ഒരു രക്ഷയിലുള്ള സൗണ്ട് നൈസായി ബ്രോ. സൺഡേ റൈഡ് എന്തായാലും കംപ്ലീറ്റ്ലി മുതലായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇനി വേറൊരു ദിവസം ഇവരെ കൂടെ കുറച്ച് ലോങ് അടിക്കണം. ഇന്നിപ്പോൾ ഷോർട്ട് റൈഡ് അടിക്കാമെന്ന് തീരുമാനിച്ചാണ്. അപ്പോൾ ഒരു രക്ഷയില്ല. നമ്മളെ വണ്ടി രക്ഷയില്ല കേട്ടോ. ബൂസൻ്റെ എക്സോസ്റ്റ് ഒരു രക്ഷയില്ല. എന്തായാലും ഇങ്ങനെ ഇവിടെ ബാക്കിൽ തന്നെ പിടിക്കാന്ന് വെച്ചിട്ട്. കാരണം എനിക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇത് കിട്ടില്ലല്ലോ. പിന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യൂസൊന്നും കിട്ടില്ലല്ലോ. ഒന്നും നമുക്ക് കാണാനും നമുക്ക് നേരിട്ട് എക്സ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴോ അതൊന്നും ഇതാക്കിയിട്ടില്ല. അതാണ് ഞാൻ ബാക്കിൽ നിന്നാക്കിയിട്ട് പോകുന്നത്. ശരിക്കും നമുക്ക് ആ സൗണ്ടും കിട്ടും. ആ ഒരു എക്സ്പീരിയൻസ്. ഫ്രണ്ടിൽ സൂപ്പർ ബൈക്ക് പോകുന്നുണ്ട്, നമ്മളതിനെ ഫോളോ ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു സ്പീഡും കാര്യങ്ങളും ആ ഒരു ഇത് ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവും. അതാണ് ഞാൻ ബാക്കിലാക്കിയിട്ട് പോകുന്നത്. രക്ഷയില്ല. മോർണിംഗ് റൈഡ് അത്യാവശ്യം കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള ഒരു ഇതാണ്, കാലാവസ്ഥയാണ്. രക്ഷയില്ല. ഇവരിവിടെ ആഴ്ചയിൽ ആൾമോസ്റ്റ് എല്ലാ ആഴ്ചയിലും റൈഡ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞത്. നല്ല റൈഡ് ഭ്രാന്തന്മാരാണ്. അത്യാവശ്യം കൃഷ്ണഗിരി പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ്ങുണ്ട്. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് തിരിച്ച് വരുന്നത് രക്ഷയില്ലല്ലോ. എക്സോസ്റ്റ് രണ്ടിൻ്റെ നെക്സ്റ്റ് ലെവലാണ്. ഒരു രക്ഷയില്ല. Z800 പക്ഷെ അത്ര ലൗഡല്ല അത്. പക്ഷെ കുഴപ്പമില്ല. രക്ഷയില്ല. റോഡ് പണി ഈ സൈഡ് റോഡ് പണി നടക്കുന്നുണ്ട്. ഞാൻ അധികവും പോവാറ് മറ്റേ നമ്മുടെ എയർപോർട്ട് റോഡിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകാറ്. പക്ഷേ ഷോർട്ട് റൈഡ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ റൈഡ് എന്തായാലും സൺഡേ റൈഡ് എന്തായാലും കംപ്ലീറ്റ്ലി മുതലായി. എനിക്ക് ഇതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ട്രാഫിൻ്റെ ഭാഗത്തു നിന്ന് വെച്ചാൽ ബാക്കിയുള്ള സൂപ്പർ ബൈക്കിൻ്റെ ഭാഗത്തിന് അത് നമ്മളെ ഉണ്ട്. അതിന്
രണ്ട് എക്സ്ട്രാ സൂപ്പർ ബൈക്സ് ഉണ്ട്. ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. അങ്ങനെ കിട്ടിയതിൽ വളരെ ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ ദിവസം എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ശരിക്കും ഒരു റൈഡ് കാരണം ഇത്രയും സന്തോഷമായി. നമുക്ക് ഉള്ള ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങളല്ലേ ഈ കാര്യങ്ങളൊക്കെ. അവർ കുറേ നാളുകൾക്ക് ശേഷം കുറേ ആയി പോയിട്ട്, കുറേ 25 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഞാൻ റൈഡിങ്ങിനായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പ് എന്നുള്ള ഒരു തുടക്കം തന്നെ ഇങ്ങനെ ഉഷാറായി, ഫുള്ള് മൈൻഡ് ഫുൾ ഫ്രീ ആയി, ഫുള്ള് ഹാപ്പിയായി. പക്ഷേ ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിങ് തുടങ്ങിയതെങ്ങനെയാണ്, ഇനി എന്തായാലും പ്രശ്നമില്ല, ഈ ദിവസം എങ്ങനെയായാലും പ്രശ്നമില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഈ ദിവസം ഞാൻ എന്തായാലും കവർ ചെയ്യുന്നതാണ്. നമ്മളെ ബൂസ പോകുന്ന എന്താ ബൂസേൻ്റെ വേറെ കഥകളുണ്ട്. എനിക്ക് ബൂസേനോടുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഉള്ള വീഡിയോസിൽ ഞാൻ കാര്യങ്ങളും ഇതൊക്കെ ഇതായിട്ട് പറയാം. ബൂസ എനിക്കെന്തോ ഒരു സൂപ്പർ ബൈക്കിൽ ബൂസി ഞാനുമായിട്ട് ചെറിയ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി കാര്യങ്ങൾ അതൊക്കെ കുറേ മുന്നുള്ള നമ്മളൊരു ആഗ്രഹം എന്ന രീതിയിൽ അങ്ങനെ തുടങ്ങിയ കുറേ സ്റ്റോറി കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഈ വേറെ വീഡിയോസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബൂസേൻ്റെ മാത്രമായിട്ടുള്ള ഞാൻ പറയാം. രസമുണ്ട് കേട്ടോ. ഒരു ബ്ലൂ കളർ C800 ആണ്, നെക്സ്റ്റ് ലെവലാണ്, ഒരു രക്ഷയില്ല. രക്ഷയില്ലാത്ത റൈഡാട്ടോ ഇവർ ഇതാക്കുന്നത്, ഒരു രക്ഷയില്ല. നല്ല നെക്സ്റ്റ് ലെവലാ. താങ്ക് യു ഗായ്സ്, ദിവസം അടിപൊളിയാക്കിയാണ്. താങ്ക്സ് ഗായ്സ്. എന്താ സൗണ്ട് കണ്ടില്ല ഗായ്സ്, നെക്സ്റ്റ് ലെവല് എക്സോസ് നോട്ട്. പിന്നെ നമ്മളെ അടിച്ച് കയറാൻ ഇങ്ങനത്തെ എക്സോസ്റ്റ് ഒക്കെ എങ്ങനെ കേൾക്കണം. അപ്പോൾ അവർ അത് വരുള്ളൂ. ഞാൻ എന്തായാലും ഇതായിട്ടില്ല. അവരെന്തോ എണ്ണ അടിക്കണം എന്നതിന് മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അവരങ്ങനെ എണ്ണ അടിക്കാൻ വേണ്ടി പോയതാണ്, പെട്രോൾ അടിക്കാൻ. അപ്പോൾ ഇനി നമ്മൾ സോളോ റൈഡായി. ഇവിടെ ഞങ്ങൾ സർവീസ് റോഡിലാണ്, ഒരു സ്ട്രൈറ്റ് റോഡാണ്. അത് ട്രയംഫിന് പെർഫോമൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, കണ്ടോ ഇത് എത്ര ഇതാക്കിയിട്ടേ പറ്റുള്ളൂ. അത്യാവശ്യം അങ്ങനെ ഒരു സ്ട്രൈറ്റ് റോഡ് ചെയ്യുമ്പോൾ ഒരു പീസ്ഫുള്ളായിട്ട് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഫുള്ളായിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അത്യാവശ്യം റൈഡ് ഇത് ഇത്ര സമയമായപ്പോൾ തന്നെ സെറ്റായിട്ട് കംപ്ലീറ്റ് ആയി. ഡേ ഫുള്ളായിട്ട് ആക്സിഡൻസ് ആക്കാനുള്ള ഒരു കാരണമായി. നമ്മൾ തിരിച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് വണ്ടിയിൽ ഞാൻ സൈഡ് തിരിച്ച് വരുമ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഞാൻ ആ കുറച്ച് മുന്നേ ത്രോട്ടിൽ കൊടുത്തില്ല, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് വീഡിയോസ്, ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ റൂമിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും സൂപ്പർ ബൈക്കൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിനേക്കാളും, ഡെയിലി നമ്മൾ ഒന്ന് ഷോർട്ട് റൈഡാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മളിങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ശരിക്കും നമ്മുടെ റൈഡിൻ്റെ ഫീലിങ്സ് ഒരു കുറച്ച് ടൈം കൊടുത്തിട്ട് നമ്മൾ എന്തും ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് കിട്ടില്ല. അതുപോലെയാണ് ഇതിൻ്റെ അത്. ഇപ്പോൾ ഇവിടെ സിഗ്നലായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു ഓപ്പൺ റോഡിലാണ് പവർ ചെയ്യാനൊന്നും കാണിച്ചു തരാം. ഞാൻ എന്താ
എയറിലായുള്ള ഫീല് പോലെ ഉണ്ട് guys. ഒരു രക്ഷയില്ല. ട്രയംഫ്, യു ആർ ഗ്രേറ്റ് ട്രയംഫ്, ഹാൻഡ്സ് ഓഫ് യു. ശരിക്കും എയറിലുള്ള പോലെ ഉണ്ട്. ഞാൻ അവിടുന്ന് കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എയറിലുള്ള പോലെ ഉണ്ട്. ഒന്നും ഇതായില്ല. എന്തോ ഒരു ഇതിൽ അങ്ങനെ ഒരു കുറച്ച് റോഡിൽ നിന്ന് അല്ലാത്ത രീതിയിൽ ഒരു എയറിൽ പോണ പോലെ ശരിക്കും